ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തണോ വേണ്ടയോ? ഇതാണ് ബ്രസീലിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന്. ഓരോരുത്തരും അവരുടേതായ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിനിടെ UOL പറഞ്ഞത് നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി വീണ്ടും പരിഗണിച്ചു തുടങ്ങി എന്നായിരുന്നു. ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ഇതേക്കുറിച്ച് ബ്രസീലിൻ്റെ പരിശീലകനോട് ചോദിച്ചിരുന്നു. വേൾഡ് കപ്പ് ടീമിൽ നെയ്മർ ഉണ്ടാകുമോ എന്നായിരുന്നു ചോദ്യം. തീർച്ചയായും വേൾഡ് കപ്പിന് പരിഗണിക്കുന്ന താരങ്ങളിൽ ഒരാൾ നെയ്മർ ജൂനിയർ ആണ് എന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വെറുതെ നെയ്മറെ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് 6 മാസമുണ്ടല്ലോ, ആ 6 മാസത്തിനിടക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്ത് നെയ്മർ ജൂനിയർ തൻ്റെ ക്വാളിറ്റി തെളിയിക്കേണ്ടതുണ്ട് എന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ അടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വേൾഡ് കപ്പിനുള്ള ടീമിൽ ഇടം നേടാൻ സാധിക്കുന്ന താരമാണ് നെയ്മർ ജൂനിയർ. ഫൈനൽ ലിസ്റ്റ് തിരഞ്ഞെടുക്കാൻ ഇനിയും 6 മാസം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം എന്തെന്നാൽ മറ്റെല്ലാ താരങ്ങളെയും നിരീക്ഷിക്കുന്ന പോലെ നെയ്മറെയും നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അന്തിമ സ്ക്വാഡിൽ ഞങ്ങൾ മിസ്റ്റേക്കുകൾ ഒന്നും വരുത്താൻ പാടില്ല. ഉണ്ടായിരുന്ന പരിക്കിൽ നിന്നും നെയ്മർ ജൂനിയർ ഇപ്പോൾ മുക്തനായിട്ടുണ്ട്. ഇനി നെയ്മർ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ കളിക്കാൻ 6 മാസം അദ്ദേഹത്തിന്റെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. ഡിസംബർ 7-ാം തീയതിയോടുകൂടി ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പ് അവസാനിക്കുകയാണ്. പിന്നീട് വെക്കേഷനാണ്. അതിനുശേഷം ലീഗ് വീണ്ടും ആരംഭിക്കും. അപ്പോഴേക്കും പൂർണ്ണ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്ത് തൻ്റെ ക്വാളിറ്റികൾ തെളിയിക്കേണ്ടതുണ്ട്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറെ ഉൾപ്പെടുത്തുന്നതിൽ തനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് നെയ്മർ ജൂനിയർ പൂർണ്ണമായും വീണ്ടെടുക്കണം. കൂടാതെ തൻ്റെ ക്വാളിറ്റികൾ, തൻ്റെ ടാലൻറ്റ് ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയർ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഫൈനൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്താം എന്ന ഒരു കാര്യമാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നെയ്മറുടെയും ലക്ഷ്യം അത് തന്നെയായിരിക്കും. ജനുവരി മാസത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്ന റൂമറുകൾ സജീവമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മികച്ച ക്ലബിലേക്ക് എത്തി അവിടെ മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് പരിഗണിച്ചേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.